ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷമൊക്കെ? ഇന്ന് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പാവലും പന്തലിനകത്തൂടെ ഒന്ന് നടന്ന കേട്ടോ. കുറച്ച് പാവയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം ഒന്ന് പൊതിഞ്ഞിടണം. പിന്നെ അവിടെ ഒരു ചെറിയ പാവയ്ക്കായും ഉണ്ട് കേട്ടോ. കണ്ടോ കണ്ടോ, നല്ല നീളം പാവയ്ക്കായോ കേട്ടോ ഇത് കണ്ടോ. 2 സൈസ് പാവലുണ്ട്. ഇപ്പുറത്ത് കോവലും പന്തലിൽ കോവലും പാവലും കൂടെ കേട്ടോ കയറി നിൽക്കുന്നത് കണ്ടോ. 2 നിൽക്കുന്നത്, അതെല്ലാം ഒന്ന് പൊതിഞ്ഞിടണം. പിന്നെ അവിടെ കോവയ്ക്ക കിടപ്പുണ്ട് കണ്ടോ കൂട്ടുകാരെ. 2 പന്തലും കൂടെ ഒരുമിച്ചാണ്. അതിപ്പോൾ തലയും മൂട്ടാറായി. കോവലത്തിൻ്റെ എല്ലാം ഇങ്ങനെ പടർന്ന് കയറി വന്നപ്പോഴത്തേന് കണ്ടോ കോവയ്ക്ക കണ്ടോ, നല്ല മൂത്ത് കിടക്കും കേട്ടോ. നമുക്ക് പെട്ടെന്നൊരു കറി വെക്കാനൊക്കെ ഒന്നുമില്ലാത്തപ്പോൾ ഓടി വന്ന് പറിച്ച് ചെറിയൊരു തോരനൊക്കെ വെക്കാനും ഒക്കെ എന്നും തന്നെ നമുക്കിപ്പോൾ ഇവിടെ പച്ചക്കറി ഉണ്ട് കേട്ടോ. കോവയ്ക്കായിട്ടും പാവയ്ക്കായിട്ടും പയറായിട്ടും ഒക്കെ എനിക്കുണ്ട്. കണ്ടോ പന്തൽ മുട്ടാറായി, തല മുട്ടുന്നു, എല്ലാം കൂടെ ഇങ്ങോട്ട് വന്ന് ഇനി അതിനൊരു മുട്ട് കൊടുക്കണം. ഒരു കമ്പ് വെട്ടിയിട്ടേ അതിൻ്റെ അപ്പുറ ഭാഗം കൊണ്ട് ഇങ്ങനെ പൊക്കി ഒന്ന് വെക്കണം. കണ്ടോ, നമ്മൾ നട്ട് വെച്ച സാധനത്തിലൊക്കെ ഉണ്ടായി കിടക്കുന്ന കാണുമ്പോഴത്തേന് നല്ലൊരു രസമല്ലേ. അതിൽ കൂടെ ഒക്കെ നടക്കുന്ന തൊഴിലുറപ്പില്ലായിരുന്നേ. അപ്പോൾ ഒന്ന് എൻ്റെ തക്കാളി തൈ കേട്ടോ, 3-4 തക്കാളി തൈ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇനി അടമഴയാകുമ്പോൾ എല്ലാം തന്നെ ചീഞ്ഞും പോകും കേട്ടോ. പിന്നെ ഒത്തിരി മഴയും ചെറിയ വെയിലുമാണ് കൃഷിക്ക് നല്ലത്. ഇതിനെ ഇപ്പോൾ കണ്ടോ, ഒരു കോവയ്ക്ക കണ്ടോ. ഇതെല്ലാം ഇനി മഴ വരുമ്പോൾ എല്ലാം തന്നെ ഇപ്പോൾ ചീഞ്ഞു പോകും തോന്നും കേട്ടോ, കാലാവസ്ഥ മാറുമ്പോഴത്തേന്. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനൊരു സന്തോഷം. കുറേ ദിവസങ്ങൾ കൂടി ഒന്ന് വീട്ടിലിരുന്നത്, അന്നേരപ്പോഴത്തേന് എന്നാ ചെയ്യേണ്ടെന്നൊന്നും അറിയത്തില്ല. എല്ലാത്തിലൂടെ ഒന്ന് നടന്ന് എനിക്ക് ഇച്ചിരി ചാണകപ്പൊടി ഒക്കെ ചെയ്യണം. സമയമില്ല. ഇനി മഴയായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഓർക്കുക. എല്ലാം പോകും കേട്ടോ. കണ്ടോ പയറ് കണ്ടോ. ഞാനിപ്പോൾ ഒന്നരാടം ഇവിടെ വീട്ടിൽ പയറ് തോരൻ കേട്ടോ. ഒന്നരാടം ദിവസം എനിക്കൊരു കറിക്ക് വെക്കാനുള്ള പയർ ഇവത്തേന്ന് കിട്ടും. കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, ഇടയ്ക്ക് പച്ചച്ചാണകം ഒഴിക്കും. ഇത് ഞാൻ വിത്തിന് നിർത്തിയേക്കുന്ന കേട്ടോ. ഇത് വേറെ ഒരു സൈസ് പയറാണ്, പിന്നെ ഒടിച്ച് കറിയൊക്കെ വെക്കാവുന്ന സൈസ്. ഇന്ന് എല്ലാത്തിൻ്റെയും ചുവട്ടിക്കൂടെ ഒന്ന് ഇറങ്ങിയതാണ് പതുക്കെ നോക്കാനായിട്ട്. എന്നെ ചെയ്യാനാ, തിരക്കായിപ്പോയി. എല്ലാം നോക്കാൻ എത്തുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം കേട്ടോ എനിക്ക്. ഇതിൻ്റെ ചുവട്ടിക്കൂടെ എന്നും തന്നെ പോകാൻ പറ്റുന്നില്ലല്ലോ. അതിൻ്റെ പയറിൻ്റെ പൂവൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അയ്യോ, എനിക്ക് പണ്ടേ കൃഷിയോട് ഭയങ്കര ഇഷ്ടം കേട്ടോ. മുറ്റത്ത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേനും മനസ്സിനൊരു സുഖവും സന്തോഷവും ഒക്കെയാണ്. പിന്നെ മീൻകുളത്തിൻ്റെ ഒക്കെ അവിടെ പോയിട്ട് കുറേ ദിവസമായി. തൊഴിലുറപ്പിൻ്റെ പണിയും നടപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അതിനകത്ത് കുറച്ച് ഹെപ്പി കുഞ്ഞുങ്ങളുണ്ട്, മഞ്ഞ കളറുള്ള ഹെപ്പി കുഞ്ഞുങ്ങളാണ്. അതിന് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒന്ന് കുളമൊന്ന് ക്ലീൻ ചെയ്തതാണ്. ഇനി മഴയൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. വെള്ളമൊക്കെ അതിനകത്ത് വീണ് അതുകൊണ്ട് കുഴപ്പമില്ല. നേരം കിട്ടുമ്പോൾ ചെയ്യണം എല്ലാം. അയ്യോ, എല്ലാം കൂടെ കയറി ഉടക്കി അതിനകത്തൂടെ പോകുമ്പോൾ എൻ്റെ ചീനിയൽ കേട്ടോ. 12 മാസം എനിക്ക് ഈ ചീനിയെന്ന് മുളക് കിട്ടും കേട്ടോ. ഒരു മുളകിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഒറ്റ ഒരു ചീനിയലാവത്തേലെ മുളക് മൊത്തം പഴുത്ത് നിൽക്കുക. അത് പറിക്കാനൊന്നും നേരം കിട്ടുന്നില്ല. ഇന്ന് കുറച്ച് പറിച്ച് വെക്കണം. ഓടി വന്ന് ഇവത്തെ വന്ന് അന്നേരം ഇപ്പോൾ കറി വെക്കാനായിട്ട് ഓടി വന്ന് പറിച്ചുകൊണ്ട് പോവാന്നല്ലാതെ അത് അങ്ങനെ പറിക്കലൊന്നുമില്ല. ഒത്തിരി എരിവൊന്നും വേണ്ട ഇവിടെ ആർക്കുവേ. അവിടെ മുളകൊക്കെ വെറുതെ പഴുത്ത് നിൽക്കുക കണ്ടോ. എന്തേരെയാന്ന് മൊത്തം ഒരു ചുവപ്പ് മാത്രമേ ഉള്ളൂ ചീനിയിൽ. 12 മാസമുണ്ട് എനിക്ക് ഇവത്തേന്ന് മുളക് കിട്ടും. നല്ല എരിവാണേ, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. നല്ല എരിവ് കണ്ടോ പഴുത്ത് നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇങ്ങനെ പഴുത്തിങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. കണ്ടോ. അയ്യോ, എനിക്ക് വയ്യ. നമ്മുടെ അവിടെ ഒരു ചേന നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ വാഴക്കൊലയൊക്കെ മൂത്ത് വരുന്നുണ്ട്, കാണത്തില്ലെന്ന് തോന്നുന്നല്ലേ. ഒരു 2 ആഴ്ചത്തെ മൂപ്പോടെ ഉള്ളൂ കേട്ടോ. ഞാൻ നട്ട് വെച്ച വാഴയായിരുന്നു, ഏത്തവാഴ. പിന്നെ നമ്മുടെ ചേനയൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. നട്ട് വെച്ച ചേനയാണ്, അടിപൊളിയായിട്ട് കയറി വന്നിട്ടുണ്ട്. എൻ്റെ അത്ര തന്നെ പൊക്കമായെന്ന് തോന്നുന്നു കേട്ടോ. ആ ചേനയ്ക്ക് അങ്ങ് തണ്ടങ്ങ് കയറിപ്പോയി. അങ്ങനെ രാവിലെ ഒരു നടപ്പ് ഇതിലേക്ക്.
എൻ്റെ ഇന്ന് നല്ലൊരു കാലാവസ്ഥയും കൂടെ കേട്ടോ, അതുകൊണ്ട് കേട്ടോ. ഇന്ന് മഴയുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. രാവിലെ നല്ലൊരു കാലാവസ്ഥയാണ്, എങ്ങനെയാണെന്നറിയത്തില്ല. ഇതിന് മഴയും വേണം വെയിലും വേണം സത്യം പറയണ കൃഷിക്കൊക്കെ. ഒത്തിരി മഴയായാൽ ഒട്ടും കൊള്ളത്തുമില്ല. എൻ്റെ പ്ലാവ് അത്ര ആയിട്ടോ. ഇനി ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്ത് ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇട്ട് കൊടുത്ത് അതിനെ അത്ര ആക്കി. അടുത്ത കൊല്ലം ഇവത്തേന്ന് ഇത് നമ്മുടെ മഞ്ഞയില കേട്ടോ, അതിൻ്റെ പുറകെ നിൽക്കുന്നത് എല്ലാം കൂടെ അടുപ്പിച്ച് നട്ട് വെച്ചേക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം കേട്ടോ. എൻ്റെ കൊച്ചു വീഡിയോസുകൾ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടല്ലേ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണണം, ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് ഇടുക്കി കേട്ടോ, തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം